കുറച്ച് ദിവസമായിട്ട് ബിഗ് ബോസ് കാണുമ്പോൾ തോന്നുന്നത് ലക്ഷ്മിയുടെയും ബിന്നിയുടെയും കാഴ്ചപ്പാടുകൾ ഏകദേശം ഒരേപോലെയാണ് പോകുന്നത്. ജിഷിൻ പോയ ശേഷം ലക്ഷ്മി കൂട്ടുകൂടിയിരിക്കുന്നയാളാണ് ബിന്നി. ഈ രണ്ടുപേരും വെച്ച് നോക്കുമ്പോൾ രണ്ടുപേരുടെ പൊതു ശത്രു എന്ന് പറയുന്നത് അനുമോളാണ്. അനുമോൾക്ക് സപ്പോർട്ടുണ്ടെന്ന് വരുമ്പോൾ തന്നെ ലക്ഷ്മിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അനുമോൾക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കരുതെന്നുള്ള ഒറ്റ ചിന്തയിൽ അനുമോളടുത്ത് സംസാരിക്കാറ് പോലും ഇല്ല ലക്ഷ്മി. ബിന്നിയുടെ കാര്യമാണെങ്കിൽ നൂബിന് വന്ന ശേഷം അനുമോൾക്കാണ് പുറത്ത് സപ്പോർട്ട് എന്ന് അറിഞ്ഞ ശേഷം ബിന്നി ഭയങ്കര അസൂയോടെയാണ് അനുവിന് പലപ്പോഴും നോക്കുന്ന കണ്ടിട്ടുള്ളത്. അനുമോളോടൊരു ശത്രുത ബിന്നിയുടെ ഉള്ളിലും ഉണ്ട്. അന്ന് പി ആറിൻ്റെ കാര്യത്തിൽ അത് ശരിക്കും വ്യക്തമായതാണ്. ബിന്നിക്ക് പി ആർ ഉണ്ടായിട്ടും അത് മറച്ചു വെച്ച് അനുമോളുടെ പി ആറിനെതിരെ പറഞ്ഞ ഒരു കരച്ചിൽ ഡ്രാമയൊക്കെ നടത്തിയ ആളാണ് ബിന്നി. അതുപോലെ തന്നെ ഇന്ന് രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റി എടുത്ത് നോക്കുമ്പോൾ ലക്ഷ്മിക്ക് വേണ്ടിയിട്ടാണ് ബിന്നി സംസാരിക്കുന്നതായിട്ട് മനസ്സിലായത്. ആദിലാനൂറയെക്കുറിച്ച് ലക്ഷ്മിയുടെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ, സീറ്റ് ഔട്ടിരിക്കാന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം വീണ്ടും എടുത്ത് പൊക്കിയിരുന്നു. അപ്പോൾ ബിന്നി ലക്ഷ്മിക്ക് വേണ്ടിയിട്ട് ആദിലയെ പറ്റി സംസാരിക്കുന്നതായിട്ടാണ് കണ്ടത്. അതുപോലെ തന്നെ തിരിച്ച് ജയിൽ നോമിനേഷൻ വരുമ്പോൾ ലക്ഷ്മി ബിന്നിക്ക് വേണ്ടി സംസാരിക്കുന്നു. കാരണം ഇവിടെയുള്ള ഏറ്റവും വലിയ കുത്തിത്തിരിപ്പ് അക്ബറാണ്, ബിന്നിയല്ല. അക്ബർ അത് ബിന്നിയുടെ തലയിൽ ചാർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബിന്നി കുത്തിത്തിരിപ്പൊന്നും അല്ല എന്നുള്ള രീതിയിലാണ് ലക്ഷ്മി സംസാരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നിന്ന് മനസ്സിലാകുന്നത് ലക്ഷ്മി ബിന്നിക്ക് വേണ്ടി, ബിന്നി ലക്ഷ്മിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന രണ്ടുപേരും ഇപ്പോൾ വമ്പൻ കോട്ടാണ്. പിന്നെ അനുമോളാണ് ഇവരുടെ മെയിൻ ശത്രു എന്ന് പറഞ്ഞല്ലോ. അനുമോൾക്ക് ഒരു തരത്തിലുള്ള സ്ക്രീൻ സ്പേസും കൊടുക്കാതിരിക്കാൻ ലക്ഷ്മി വളരെ ആലോചിച്ച് ഓരോന്ന് ചെയ്യുന്നുണ്ട്. അനുമോൾക്ക് ഗെയിം അറിയില്ല, ഗെയിമിനെ പറ്റി ഒന്നും അറിയില്ല എന്നുള്ളത് ജനങ്ങളുടെ ഇടയിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി പലയിടത്തും കിടന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കിച്ചണിലെ കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് സാവുമാൻ ജയിൽ നോമിനേഷൻ സമയത്ത് പറഞ്ഞത് ലക്ഷ്മിക്ക് കിച്ചണിൻ്റെ ഒരു ABCD പോലും അറിയില്ല, പക്ഷേ എല്ലാം അറിയാമെന്നുള്ള ഭാവമാണ്, വെറും കുഴി മടിച്ചാണെന്നൊക്കെയാണ് പറഞ്ഞത്. അത് വളരെ വളരെ കറക്റ്റാണ്. കാരണം കഴിഞ്ഞ 2-3 ദിവസമായി ഇവർ ദിവസവും ദോശയും തക്കാളിക്കറിയും തന്നെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പരിപ്പും കുന്തമൊക്കെ അവിടെ ഉണ്ടായിരുന്നിട്ട് ഒന്നുപോലും ലക്ഷ്മി ഇവർക്ക് വെച്ച് കൊടുക്കുന്നില്ല, മടി കാരണം. അപ്പോൾ ഇന്ന് അതുമാത്രമല്ല, ഇന്ന് 2 ദിവസമായിട്ട് ചോറെന്തോ അധികമാണെന്ന് തോന്നുന്നു വെച്ചിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ചോറെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇന്നും അതേപോലെ തന്നെ അരിയിടാൻ നേരം സമയത്ത് അനു പറയുന്നുണ്ട് ഇത്രയും അരി വേണ്ട, കുറച്ചിട്ടാൽ മതി എന്ന്. അപ്പോൾ അവളുടെ ഈഗോ വർക്കൗട്ടായി ലക്ഷ്മിയുടെ. ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, അങ്ങനെ നീ പഠിപ്പിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത്. അതൊരു കാര്യം പറഞ്ഞ് അംഗീകരിക്കുന്നില്ല അനു പറഞ്ഞതുകൊണ്ട്. അപ്പോൾ അനു ചോദിക്കുന്നുണ്ട് അപ്പോൾ ഫ്രിഡ്ജിലുള്ള ചോറോ? അപ്പോൾ ലക്ഷ്മി പറഞ്ഞത് ഞാൻ മരിച്ചിട്ടൊന്നുമില്ല, ഞാനെടുത്ത് കഴിച്ചോളാം അതെന്ന്. അത് അനുമോൾ പറയുന്ന കാര്യം അംഗീകരിക്കില്ല എന്നും അനുമോൾ എന്താ പറയുക, അനുമോളോട് ഇടയ്ക്കിടയ്ക്ക് ഓരോ കുത്തി സംസാരവും ഉണ്ട്. അതുമാത്രമല്ല അനു ഒരു ഗെയിമിലും ജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അനുവിനെ കഴിഞ്ഞ ദിവസമേ ഇങ്ങനെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അനുവിൻ്റെ ടീമിൽ ഒരിക്കലും അവൾ ഒരു ടാസ്ക് വന്നാലും അനുവിൻ്റെ ടീമിൽ ഒരിക്കലും ചേരില്ല എന്നുള്ള ഇത്. അപ്പോൾ ഇന്നലെ അതുപോലെ തന്നെ ഒരു മൈജിയുടെ ടാസ്ക് കിടന്നപ്പം അനുവിൻ്റെ ടീമിൽ പോകാതിരിക്കാൻ വേണ്ടി ലക്ഷ്മി ഓടി അപ്പുറത്തെ ടീമിലോട്ട് പോയി. പക്ഷെ ലാസ്റ്റ് എന്തോ ഭാഗ്യത്തിന് പക്ഷേ അനുവിൻ്റെ ടീം തന്നെ ജയിച്ചു. അപ്പോൾ ചിലപ്പോൾ തോക്കും ജയിക്കും, അത് ഒരാളുടെ മാത്രം ഫോൾട്ട് കൊണ്ടാകണമെന്നില്ല. പലരും ഉണ്ടല്ലോ, ഒരു ടീമായിട്ട് ചെയ്യുമ്പോൾ പലരുടെയും ഫോൾട്ടാണ്. പക്ഷേ എല്ലാം അനുവിൻ്റെ തലയിൽ കെട്ടിവെച്ച് അനുവിനൊന്നും അറിയില്ല എന്നുള്ള രീതിയിലാണ് പലരുടെയും സംസാരം. പ്രത്യേകിച്ച് ലക്ഷ്മി അതിൻ്റെ പേരും പറഞ്ഞ് അനുവിനെ കുറേ ദിവസമായിട്ട് ഒരു ടോർച്ചർ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. അത് പക്ഷേ അതൊരു നല്ല കാര്യമായിട്ട് തോന്നിയിട്ടില്ല. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഒരാൾ ജയവും തോൽവിയും ഒക്കെ ഉണ്ടാകും. പക്ഷേ അത് പറഞ്ഞിട്ട് ഇങ്ങനെ മെൻ്റൽ ടോർച്ചർ ചെയ്യുന്ന അത്ര നല്ലതായിട്ടൊന്നുമില്ല. ലക്ഷ്മിക്ക് മാത്രം എല്ലാം അറിയുന്നുള്ളൊരു ഭാവമാണ്, ബാക്കിയുള്ളവർക്കൊന്നും അറിയില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പം ഇന്ന് പ്രത്യേകിച്ച് ജയിൽ നോമിനേറ്റ് ചെയ്യാൻ വന്ന സമയത്ത് വെറുതെ പിന്നെ അനീഷിനെ എന്തിനാന്ന് അറിഞ്ഞൂടാ നല്ല പൊക്കി സംസാരിക്കുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് അനീഷിനോടൊരു അടുപ്പം, അനീഷിനെ അങ്ങ് പൊക്കി തലയിൽ വെക്കുന്ന കാണുന്നുണ്ട്. ഇനി അനീഷിന് സപ്പോർട്ടുണ്ടെന്ന് ഇങ്ങനെ സാബു വന്നപ്പോൾ അറിഞ്ഞോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ അനീഷിനോട് കൂടിയിരിക്കാനാണെന്നുള്ള ഒരു ഇതിലാണെന്ന് തോന്നുന്നു. കാരണം അനീഷ് പാവമാണ്, അനീഷിൻ്റെ PR എന്താണെന്ന് അറിഞ്ഞൂടാ, കോളാബ് എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി ഇന്ന് വലിയ ജയിൽ നോമിനേഷൻ സമയത്ത് ഷോ ഒക്കെ ഇറക്കുന്ന കണ്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തോ ഒരു ചാഞ്ചാട്ടം അങ്ങോട്ടേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഈ ആഴ്ച ബിന്നിയും കൂടെ പോയി കഴിഞ്ഞാൽ അടുത്തയാളെ പിടിക്കാൻ നോക്കും. സാബു ഇപ്പോൾ അത്ര ലക്ഷ്മിയായിട്ട് അത്ര ഇത് കാണിക്കുന്നില്ലല്ലോ. ഇന്ന് ജയിൽ നോമിനേറ്റ് ചെയ്യുമ്പോൾ സാബു ഒരു പേടിയില്ലാതെ ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി സാബുവിൻ്റെ കൂട്ടുപിടിക്കാൻ ചാൻസ് ഇല്ല. ഇനിയിപ്പോൾ അനീഷിൻ്റെ കൂട്ടുപിടിക്കാനായിരിക്കും ചാൻസ്.